Tension full stop. Celebration non-stop. Kerala's first amusement park. Fantasy Park, Malampuzha, Palakkad. Audience. ഞാൻ കുടങ്ങാവള വരെ ഒന്ന് പോവാം. അവിടെ ഇച്ചിരി പരിപാടികളുണ്ട്. അടുത്ത മാസം പള്ളിപ്പെരുന്നാൾ വരുമല്ലേ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വട്ടം പിടിക്കണം. പിന്നെ കുടങ്ങാവള ക്ലബ്ബും തമിഴ്നാട്ടുമായിട്ട് ഒരുമിച്ചൊരു കബഡി ടൂർണമെൻറ്റ്. അപ്പം ഞാൻ ആ ക്ലബിനകത്തുള്ളേ അതിലുണ്ട്. പിന്നെ ഞങ്ങളല്ലേ സ്ഥാപിച്ചത്. പണ്ട് വിജയാന്ത് വന്നായിരുന്നു ഉദ്ഘാടനം. ഭയങ്കര പരിപാടിയായിരുന്നു. അന്ന് അതിന് ശേഷം വർക്ക്ഷോപ്പ് ഇട്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുമല്ലേ, അപ്പം പിള്ളേർക്ക് അതിൻ്റെ കിടിപിടിയൊക്കെ മേടിക്കണം. ഞാൻ പോയിട്ട് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ വരും. അല്ല, കുറച്ച് ദിവസം കൂടി പോകുന്നതല്ലേ, പിള്ളേർക്കൊക്കെ ആവശ്യങ്ങളൊക്കെ കാണും. സ്കൂളൊക്കെ തുറക്കാൻ പോകണല്ലേ. നിനക്ക് ഈ യൂണിഫോം വാങ്ങാനും ബുക്ക് വാങ്ങാനൊക്കെ പൈസ ഉണ്ടോ കയ്യിൽ? കൊച്ചും കൊടുക്കാൻ പൈസ ഉണ്ട്. എനിക്ക് അവിടെ 1-2 പേര് തരാറുണ്ട്. അപ്പം അതോടെ മേടിക്കാനാ പോലെ പൈസേ. വണ്ടി പണിഞ്ഞതിൻ്റെയും അവിടെ കടമുറിയൊക്കെ എടുത്തു കൊടുത്തതിൻ്റെ കുറച്ച് പൈസ കിട്ടാണ്ട്, അതോടെ മേടിക്കണം. ചോദിക്കണം അവളെ. ഇനി അവർ തന്നില്ല എന്ന് വെച്ചിട്ട് അവരോട് വഴക്കിന് നിൽക്കരുത്. അവിടെ സമാധാനപ്രിയൻ, ഒരു കുഴപ്പമില്ല. എന്നാ ഇത് കുഞ്ഞമ്മച്ചി കൊടുത്തേക്കണം. എന്ത് പച്ചക്കറി അവിടെ ഇല്ലാത്ത പോലെ ഞാൻ ഇവിടുന്ന് ചുമ്മി ഇനിയിപ്പോൾ അങ്ങോട്ട് പോകും. പിന്നെ ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായതല്ലേ. അത് വെക്കേ. പിന്നെ ബാഗിൽ വെക്കേ. അത് വെക്കാം. മച്ചമ്പി വേറൊരു സഹായം ചെയ്യണം. ഞാൻ അവിടെ ഒരു റിട്ടയർഡ് പോലീസുകാരൻ്റെ മോന് വണ്ടി ശരിയാക്കി കൊടുത്തു. അവൻ പൈസ തരാതെ മുങ്ങി നടക്കും. അപ്പം ഞാൻ അവിടെ ചെന്ന് അവനോട് പൈസ ചോദിച്ചിട്ട് ഉടക്കാവുക എന്നുണ്ടെങ്കിൽ ഞാൻ മച്ചമ്പി ഒന്ന് വിളിക്കും. മച്ചമ്പിയുടെ സർക്കിളിനെ കൊണ്ടൊന്ന് വിളിച്ചു പറയിപ്പിച്ച് കമ്മീഷൻ തരാം. അത് ഇടയ്ക്ക് പകുതി വരെ പറഞ്ഞു നോക്കെ. പക്ഷെ കമ്മീഷനാരും വിടുന്നേ ന്യായമാണെങ്കിൽ ഞാൻ ഇടപെടാം. ന്യായം 10,000 രൂപ വരാറുണ്ട്. എനിക്ക് 8 രൂപ കിട്ടിയാൽ എത്ര രൂപയായി? 50 രൂപയായി. എന്തോന്ന് 50 രൂപയായി. ആഹാ, ഈ മീറ്ററിനകത്ത് 30 രൂപയല്ലേ ഉള്ളു. 50 രൂപയായി. 50 രൂപ വരുന്നത് 50 രൂപയ്ക്കാണ്. ഒന്ന് പോയണ്ടേ ഏട്ടാ, ജംഗ്ഷനിൽ നിന്ന് ഇവിടം വരെ വരുന്നതിന് 50 രൂപയോ? 50 രൂപ വേണം. പിന്നെ 50 രൂപ വേണം. അങ്ങനെ അങ്ങ് വാശി പിടിച്ച ഒക്കത്തിൽ. റോസ്മേരി ചേച്ചി, ആ ഞാനേ 30 രൂപ തരും. ജംഗ്ഷനിൽ നിന്ന് ഇവിടം വരെ വന്നതിന് 50 രൂപ വേണമെന്ന്. 50 രൂപ ആകും. 50 രൂപ റോസ്മേരി തർക്കിക്കണ്ട, ഞാൻ കൊടുത്തോളാം. വേണ്ട, അണ്ണൻ കൊടുക്കണ്ട. അണ്ണ മക്കളുടെ അപ്പോട് കൊടുക്കാൻ 30 രൂപ. ആ ശരി. 50 രൂപയോ? 50 രൂപയായി. 50 രൂപയോ? നിങ്ങൾക്കൊന്നും ഒരു വിലയില്ലേ പൈസക്ക്? പോട്ടേന്ന് എന്താണ് 50 രൂപ? ബാക്കി 20 രൂപ തരുമോ? കൊടുത്തല്ലേ, ആകത്തില്ല. എന്റെ ദൈവമേ. ചേട്ടാ വിട്ടോ. നോക്കിക്കോ, വണ്ടി എവിടെയെങ്കിലും കിടക്കും. 20 രൂപ അങ്ങനെ നിന്ന് പോകും. കയറാൻ വരട്ടെ. എന്താ? നിന്റെ കൂടെ താമസിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടും നിന്റെ തിരുമോത കാണാൻ എനിക്ക് വയ്യാത്തത് കൊണ്ടും അല്ലേ ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞ് കുറേക്കാലം വിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. നീ പിന്നെ എന്തിനാ പറയാമെന്ന്? അങ്ങനെ അങ്ങ് ഡിവോഴ്സ് തന്നാൽ നിങ്ങൾ അങ്ങ് സുഖിച്ചു പോയാലോ? എന്റെ പപ്പ തന്ന 50 പവന് 10 ലക്ഷം രൂപ എന്താ? ഞാൻ നാളെ തന്നെ നിങ്ങൾക്ക് ഡിവോഴ്സ് തന്നേക്കാം. നിന്റെ പപ്പ കാള വാറുന്നു എനിക്ക് 50 പവനും 10 ലക്ഷം രൂപ. എടി 5 പവന് 25,000 രൂപ തന്നിട്ട് സെമിത്തേരി വെച്ച് അന്ന് രാത്രി തന്നെ 5,000 നിന്റെ പപ്പ മേടിച്ചോണ്ട് പോയില്ലേ? എന്റെ കർത്താവേ, കള്ളത്തരം പറയുന്ന കേട്ടോ. ചേച്ചിയെ സുഖാണോ? അതെ അതെ, 10 ലക്ഷം രൂപ 50 പവനം തന്നാൽ ഞാൻ ഇപ്പൊ പോയിക്കോളാം. എന്ത് തെളിവുണ്ടടി? തെളിവുണ്ടോ? കല്യാണ ഫോട്ടോ ഇരിപ്പുണ്ട്. കല്യാണ ഫോട്ടോ അതിനകത്ത് നിറയെ സ്വർണം ഞാൻ ഇട്ടിട്ടുണ്ട്. കല്യാണ ഫോട്ടോയ്ക്കകത്ത മുക്ക് കൊണ്ടല്ലേടാ തൂക്കി വിറ്റ 50 അല്ല 100 പവനും കാണും. അയ്യോ എന്റെ കർത്താവേ, കള്ളത്തരം പറയുന്ന കേട്ടോ. ഞാൻ മുക്കുമണ്ട വിട്ടോ. ചോദിക്കട്ടെ. എന്ത് ചോദിക്കാൻ? നിങ്ങൾ എന്തൊരു വിളിച്ചായിരുന്നു ഇവിടെ? ഞാൻ പോകും. എന്റെ തങ്കം ചേച്ചി വിളിച്ചാൽ ഞാൻ പോകും. എന്റെ ഇത് അകത്തോട്ട് വെച്ചേരെ, ഞാനിപ്പോ വരാം. വന്നേ ചോദിക്കട്ടെ. ചേച്ചി, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് സങ്കടം വെച്ചു. ചേച്ചി അപ്പുറത്തെ വഴിയാ സ്റ്റെപ്പ്. സ്റ്റെപ്പോ? ഇതിലും വലിയ മതിൽ അവൾ ഈസി ആയിട്ട് ചാടുന്നവളാ. ആ വൻമതിലൂടെ അല്ലേ ഞാൻ ജീവിക്കുന്നത്. എന്തുവാ പിടിച്ചോണേ ചേച്ചി. ഇതെവിടെ വിളിച്ച് കയറ്റിക്കൊണ്ട് പോന്നു? തോന്നിയെടുത്ത് പോടുന്നു. ചോദിക്കട്ടെ. ഇന്നത്തെ ഡേറ്റ് എഴുതിയിട്ടോ. എന്റെ കണ്ടശനി തുടങ്ങി. ഇത് എന്റെ നെറ്റ് തൊട്ട്
ഞാൻ ഇനി എന്തൊക്കെ സഹിക്കണം ദൈവമേ. നീ ഇപ്പൊ എന്തിനാ ചാടി പുറപ്പെട്ട് ഇങ്ങോട്ട് വന്നു? എന്താ നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് ചാടി പിടിച്ച് വന്നേന്ന്? പള്ളി പെരുന്നാൾ കഴിഞ്ഞ് നിങ്ങൾ പോയതല്ലയോ? പലചരക്കടയിലും പാലുകാരനോടൊക്കെ കടം പറഞ്ഞ് ഞാൻ മടുത്ത് 2 മാങ്ങാണ്ടി പിള്ളേരും തന്നിട്ട് നിങ്ങൾ പോയ പോക്ക. കല്യാണം കഴിഞ്ഞ് നമ്മൾ ചറ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞോടി. വേണ്ട, മര്യാദയോടെ പറയത്. ഞാൻ വല്ല വിളിച്ച് പറഞ്ഞേക്കും കേട്ടോ. അങ്ങോട്ട് വരുമ്പോ നിന്റെ പിള്ളേർക്ക് ഇത്രയും വലിയ കെട്ട് പലഹാരം വേണം, നിന്റെ കൈ നോട്ട് കെട്ട് തരണം, എന്നൊക്കെ പറഞ്ഞ പൈസ വേണോ? വരുമാനമില്ല, ഞാൻ ഇവിടെ കഴിയുവാണോ? ഞാൻ ആലോചിച്ചോ? എന്റെ പിള്ളേരോ പിന്നെ നിങ്ങൾക്ക് അതിൽ യാതൊരു പങ്കുമില്ലേ? എന്റെ പിള്ളേർക്ക് പലഹാരം കൊണ്ട് കൊടുക്കണമെന്ന്. എടി നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാണോ ഞാൻ ഈ രാജ്യത്തോട്ട് പറഞ്ഞാണോ? നീ എന്റെ പറയാൻ എന്തിനു ശല്യം ചെയ്യുന്നു? അയ്യോ, നിങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് മേലടങ്ങി പണി ചെയ്യണം. മേലടങ്ങി ഇങ്ങനെ ഈ വണ്ണം കൊണ്ട് ഇരുന്നിട്ടൊന്നും കാര്യമില്ല. മേലടങ്ങി പണി ചെയ്യണം. എന്നാലേ പെണ്ണുപിള്ളെ മക്കളെയൊക്കെ നന്നായിട്ട് നോക്കാൻ പറ്റൂ. പറഞ്ഞോണ്ട് പറയരുത്. എന്താ ഞാൻ പണ്ട് കണ്ടേന്ന് ഒരുപാട് ഗ്ലാമർ ആയിട്ടുണ്ട്, നല്ല സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ. സത്യം. അത് എല്ലാരും പറയുന്നുണ്ട് കേട്ടോ. എന്താന്നറിയാ, എനിക്ക് ദേഷ്യം വരുമ്പോ ഒരു പ്രത്യേക ഇവിടുന്ന് ഒരു ചെറിയ തുടുപ്പ് വരും. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. കുഞ്ഞമ്മച്ചിക്ക് സുഖല്ലേ? കുഞ്ഞമ്മ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഫുൾ ടൈം കന്നഡ എന്നാണ് പറയുന്നത്. ഞാൻ എനിക്ക് മനസ്സിലാകത്തോണ്ട് ഞാൻ തിരിച്ചൊന്നും പറയാറില്ല. ഇല്ല, ഒരു വഴക്കുമില്ല. എന്റെ മനുഷ്യൻ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ചെലവിന് പൈസ തരാതിരുന്നാലുണ്ടല്ലോ, പൈസ വേണം, പൈസ. എനിക്ക് എന്താ ഇഷ്ടം അറിയാമോ? റോസ്മേരിയുടെയും മറുക് ഇവിടുത്തെ ഇച്ചിരി ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടാ നല്ല രസമായിരുന്നു. എന്റെ പൊന്ന് ചേച്ചി, ഞാനൊന്ന് കത്തി കേറി വരുവാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്റെ സൗന്ദര്യത്തിനെ ഇങ്ങനെ പറഞ്ഞ് എന്റെ മൂഡ് കളയരുത്. ഞാനൊന്ന് ഫൈറ്റ് ചെയ്തോട്ടെ. ഇനി ഇങ്ങനെ കുറച്ച് കാലത്തിന് ശേഷമാണ് കണ്ടത്. എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും ഇനി ഇടയ്ക്കിടയ്ക്ക് പറയണ്ട, എനിക്ക് സൗന്ദര്യം ഉണ്ട്, ആവശ്യത്തിൽ കൂടുതലുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ സൗന്ദര്യം എന്ത്, എനിക്ക് സൗന്ദര്യം ഇല്ലേ? എന്നിട്ട് എന്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കണ്ണും കൈയും കാലും കാണിച്ച് എന്നെ മയക്കിയത്? അങ്ങനെയാണല്ലോ ഞാൻ നിങ്ങളെ കെട്ടിയത്. എന്റെ പൊന്ന് ചേച്ചി, ആ സമയത്ത് കാതൽ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് വലിയ വീട്ടിലെ ഒരു പെണ്ണ് ഒരു ചെറുക്കൻ ഒരു വർഷോപ്പ് പണിക്കാരനെ സ്നേഹിക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ ഈ മാങ്ങാത്തലേൻ്റെ കൂടെ ഇറങ്ങി പോയത്. അവസാനം നിന്നെ കെട്ടിട്ട് ആ കഥയിലെ നായകന്റെ അവസ്ഥ എനിക്ക് എന്ത് ഭ്രാന്ത്? നിങ്ങൾക്ക് പണ്ടേ ഭ്രാന്ത് ഉണ്ടല്ലോ. നിന്റെ കൂടെ വന്നിട്ടാണ് എനിക്ക് ഭ്രാന്തായത്. എന്റെ കൂടെ വന്നിട്ടാ ഭ്രാന്തായത്. ഇങ്ങനെ ഒരുത്തന്റെ കൂടെ എന്റെ ചേച്ചി വന്നത് എന്തിനു ഞാൻ വന്നു എന്നായിപ്പോയി. ഇങ്ങനെ ഒരു പുഴുഭ്രാന്തിയാണല്ലോ എന്റെ തലയിലായത്. നമുക്ക് ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ചുണ്ടല്ലോ, നമുക്ക് സമാധാനമായിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. എന്താണ്, എന്ത് സമാധാനാണ്? രണ്ട് പിള്ളേർക്ക് ചെലവിന് തരാതെ ഇങ്ങനെ നടക്കുന്ന ഒളിച്ചും പാത്ത് നടക്കുന്നതാണോ സമാധാനം? കൊടങ്ങാവളയെന്ന് വസ്തു കച്ചവടത്തിന്റെ കമ്മീഷൻ പൈസ കിട്ടാനുണ്ട്, അത് മേടിക്കാനാ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയത്. അത് മേടിച്ചോണ്ട് നിന്റെ തരാൻ പറഞ്ഞപ്പോഴേ നീ ചാടി ഇങ്ങോട്ട് വന്നത്. പൈസ മേടിക്കാൻ പോവായിരുന്നു. എന്നാ പിന്നെ പൈസ മേടിച്ചോണ്ട് വാ അച്ചായ, ഞാനിവിടെ ഇരിക്കാം. ഇപ്പൊ എന്ത് വിളിച്ച ചായ? അപ്പൊ അങ്ങനൊക്കെ നിനക്ക് വിളിക്കാൻ അറിയാം? അതെ, അച്ചായൻ പോയി പൈസ മേടിച്ചോണ്ട് വാ. ഞാനിവിടെ കാണും, ലിസ്റ്റ് എടുത്ത് വെച്ചേക്കാം കേട്ടോ. ഇല്ല, ഞാൻ എത്ര കാലത്തിന് ശേഷം എന്റെ ക്ലീറ്റോണ്ണനെ തങ്കം ചേച്ചിയൊക്കെ കണ്ടത്. ഇവർക്ക് ഒരേ നിർബന്ധം, ഞാൻ 2 ദിവസം ഇവിടെ നിക്കണോന്നല്ലേ. അങ്ങനെ പറഞ്ഞായിരുന്നു. എനിക്ക് ഇവരുടെ മനസ്സറിയാം അല്ല അണ്ണാ? അത് നിങ്ങൾ പാവങ്ങളാ. ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വാ, പെട്ടെന്ന് പറഞ്ഞേ, പൈസ കൊണ്ടുവരണേ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഞാൻ സമാധാനം ഉണ്ടല്ലോ, എല്ലാം മേടിച്ചു കുടിച്ചോളാം ഞാൻ. അണ്ണാ അങ്ങക്ക് പ്രാന്തണ്ണ. അല്ല, പൈസ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് പ്രാന്താ. എങ്ങനെ ചെലവാക്കണമെന്നൊന്നും അറിയൂല അണ്ണാ. അതാണ് കർത്താവ് പറഞ്ഞവന്റെ കയ്യിൽ പൈസ ഒന്നും കൊടുക്കാത്ത. അതായിരിക്കും അല്ലേ? അത് തന്നെ. എന്തൊരു, പക്ഷെ ആ സൈസൊക്കെ ഉള്ളു കേട്ടോ. ആള് വെറും എന്തോ വാ സുൽ ചേച്ചി. ഇതേ വാ, വിരുന്നുകാരുണ്ട് ഇവിടെ. നമസ്കാരം. ഇത് നമ്മളെ റൊണാൾഡിന്റെ ഭാര്യ റോസ്മേരി. ഇത് ഞങ്ങളുടെ അയൽവക്കാണ് കേട്ടോ, സുൽ ചേച്ചി. തൊട്ടടുത്ത ഇത് അടുത്ത്. ഓ ശരി ശരി. ഇല്ല, ഇന്ന് പ്രോഗ്രാം ഉണ്ട്. 2 ദിവസം മുമ്പ് നമ്മുടെ അവിടെ ഗണപതി കോവിലിൽ നാടകം ഉണ്ടായിരുന്നു. നല്ല അഭിപ്രായം ഉണ്ട് കേട്ടോ. നാടകത്തിലൊക്കെ പോകുന്നുണ്ടോ? പിന്നെ തമ്പാനൂർ തമ്പി നാടകതണ്ട് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. എഴുതും, അഭിനയിക്കും, സംവിധാനം എല്ലാം ഉണ്ട്. ഒരു കുറച്ച് പുളിയുണ്ടോ? ഞാൻ ചന്തയിൽ പോയിട്ട് വാങ്ങിക്കാൻ മറന്നു. ആണോ? പുളി തീർന്നു പോയോ? പുളി തീർന്നു. നമ്മള് കറി വെക്കാൻ നോക്കുമ്പോഴായിരിക്കും ഞാൻ മീൻ അടുപ്പത്ത് വെച്ചപ്പോഴാണ് പുളി കാണാതെ. അതാ, നേരത്തെ നമ്മൾ നോക്കണം വീട്ടിൽ പുളിയൊക്കെ ഉണ്ടോന്നൊക്കെ, എന്നിട്ടേ സാധനം അടുപ്പത്ത് വെക്കാവുള്ളു. അതാണ്. ഇത് മതി ചേച്ചി, 3 കഷ്ണം ഉള്ളൂ.
അതൊരു 5-6 ദിവസത്തേക്കുള്ളൂ. ഓ ഇല്ല ഇല്ല ബാ 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 ബാ. സമയം കിട്ടുമ്പോ അങ്ങോട്ട് ഇറങ്ങി. നമ്മൾ അയൽക്കാരാണെങ്കിലും ബന്ധുക്കളെ പോലെ. ആണല്ലേ? ആ നല്ല ഉടുപ്പൊക്കെയാണല്ലോ. പുളിയില്ലല്ലേ? ഭയങ്കര തമാശക്കാരിയാ. ഓണേ ടാറ്റ. ടാറ്റ ടാറ്റ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമോ പുളിക്കൊക്കെ? ഇന്ന് പുളിയാണെങ്കിൽ നാളെ അരി അങ്ങനെയൊക്കെ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ഞാൻ എന്ന് മാർക്കറ്റ് വരെ പോയിട്ട് വന്നാലോ? മീനും എല്ലാം കിട്ടുമെങ്കിലേ മേടിച്ചിട്ട് വരായിരുന്നു. മീനല്ല, നമ്മുടെ പാളയത്തെ നല്ല മട്ടൻ കിട്ടുമെന്ന് അച്ചായൻ പറഞ്ഞായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മട്ടൻ ക്ലീറ്റെണ്ണം മേടിക്കുന്നുണ്ട്, നല്ലതാന്നൊക്കെ പറഞ്ഞു. തങ്കച്ചേച്ചി എന്താ ചേച്ചി, തങ്കച്ചേച്ചി നന്നായിട്ട് മട്ടൻ വെക്കുമെന്നും പറഞ്ഞായിരുന്നു. മട്ടൻ മേടിച്ചാൽ മതി. മട്ടൻ മേടിച്ചാൽ എനിക്ക് ചെറിയ മീനൊന്നും പിടിക്കത്തില്ലെന്നേ. മട്ടൻ വേണം. ഇന്ന് മട്ടൻ വെട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മട്ടനെ വാങ്ങുള്ളൂ. മേടിക്കണം കേട്ടോ. പോത്തായാലോ? മട്ടൻ കിട്ടിയില്ലെങ്കിൽ നല്ല പോത്ത് കിട്ടുമെന്ന് മേടിച്ചു. പോത്തും കിട്ടിയില്ലെങ്കിൽ കോഴിയാക്കാലോ അല്ലേ? കോഴിയൊക്കെ മടുത്തുന്നേ. വലിയ മീൻ കിട്ടുമോന്നൊക്കെ എന്നാ സ്രാവോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. നാളെ ഇവിടെ ഒരു തിമിംഗലം വന്നടിഞ്ഞായിരുന്നു. ആണോ? അയ്യോ, ഞാനിതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ തിമിംഗലം. കിട്ടുമോ നോക്ക് മട്ടൻ നോക്ക്. മട്ടൻ ഉണ്ടെങ്കിൽ അത് മതി. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ ചേച്ചി? ഓ തരാലോ. വിശപ്പില്ല, എന്നാലും ചുമ്മാ ഇരിക്കാൻ ഒരു. റോസേ, ഓ എന്നാ കൊച്ചിനൊന്ന് പിടിക്കോ? അയ്യോ, ഒന്നില്ല വെറുതെ പിടിച്ചാ മതി. എടുക്കാൻ വേണ്ടി അടങ്ങിയൊക്കെ ഇരുന്നോളൂ. ഇച്ചിരിയൊക്കെ ഒന്ന് ഉളപ്പുണ്ട്. മോനെ എന്തോ ഇന്റെക്കളെ ഇന്ത്യ ചക്കര ആര്? ഫോണ് ആ പാടെ ഇതേ ഉള്ളൂ കൊച്ചേ. ഭർത്താവ് പോലും ഒന്നും ചെലവിന് തരുന്നില്ല. ഇതും കൂടെ തല്ലി പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. Tension full stop. Celebration non-stop. Kerala's first amusement park. Fantasy Park, Malambura, Palakkad. സുലി ചേച്ചിയെ, റോസ്മേരി എന്ത് ചക്ക ശരിയാക്കുവാണോ? ഇരിക്കേ ചേച്ചി ഇത് വരിക്കല്ലയോ? നമ്മുടെ അവിടെയൊക്കെ ഇപ്പൊ ചക്കയുടെ സീസണാ. കണ്ടിട്ട് വരിക്കോലെ ഇരിക്കണം. കൊള്ളാം. ചെറു മധുരം വെച്ചിട്ടുണ്ട്. ആണോ? ഉറക്കമൊന്നുമില്ല. കഴിച്ചില്ലേ ഒന്നും കഴിച്ചില്ലേ? ഒന്നും പറയണ്ട എൻ്റെ ചേച്ചി, കഴിച്ചില്ലേന്ന്. ക്ലീറ്റ് വന്നാൽ അരി വാങ്ങാൻ പോയേക്കുന്നു. ചേച്ചി, നമ്മുടെ ബന്ധുക്കളായിട്ട് പറയാതിരിക്കാൻ പറ്റുമോ നമുക്ക്? ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദാരിദ്ര്യം. അങ്ങനെയൊന്നുമില്ല ചേച്ചി. എന്താ പറയുന്നേ ദാരിദ്ര്യം ഇല്ലെന്നോ? എൻ്റെ ചേച്ചി, നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല ആൾക്കാരുടെ സ്വഭാവം. ഇപ്പം തന്നെ ചേച്ചി നന്ന എന്തോ നാടകത്തിന് പോയില്ലേ തമ്പി സാറ്? ചേച്ചി അവിടെ നിന്നപ്പോൾ എന്തോ പറഞ്ഞ നല്ല നാടകമാണ്, നല്ല അഭിനയമാണെന്നൊക്കെ പറഞ്ഞില്ലേ? ചേച്ചി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പറയാനോ ഒരു കാശിനും കൊള്ളാത്ത നാടകമാണ്, ഒരാൾക്കാർ പോലും കാണാനില്ല എന്നൊക്കെ. ഇത് പറയാ ചേച്ചി നിൽക്കുമ്പോൾ എങ്ങനെയാ കൊള്ളൂല എന്ന് പറയുന്നതെന്ന്. അതാണ് അവരുടെ സ്വഭാവം. അവരങ്ങനെയൊന്നും പറയില്ല. ഞാൻ കുറേ നാളുകൊണ്ട് അവരെ കാണാൻ തുടങ്ങിയതല്ലേ. അത് കൊള്ളാം. അപ്പം ഞാനിപ്പോൾ ഇല്ലാത്ത പറയുന്നതെന്നാണ് ചേച്ചി പറയണേ. എൻ്റെ ചേച്ചി, ഇപ്പോഴത്തെ ഒരു സംഭവം തന്നെ ഞാൻ പറയട്ടെ. ചേച്ചി ഇപ്പോൾ അവിടെ ഇച്ചിരി പുളിക്ക് വന്നായിരുന്നോ? എൻ്റെ ദൈവമേ, അവിടെ എന്തെല്ലാം പുകിലായിരുന്നറിയാമോ? ഒന്നും തങ്ങൻ ചേച്ചി പറയാനേ, ചേച്ചി എന്തെല്ലാം സാധനങ്ങൾ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, എന്നാൽ എന്തെങ്കിലും ഒരു സാധനം തിരിച്ചു കൊണ്ട് തന്നിട്ടുണ്ടോയെന്ന്. ആ ക്ലീറ്റ് ഓണറാണെങ്കിൽ തങ്ങൻ ചേച്ചി ഇനി പറയാനൊന്നുമില്ല. വരുമ്പോഴത്തേക്ക് നീ എല്ലാം എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമല്ലേ, ഇവരതിൽ എന്തെങ്കിലും ഒരു സാധനം ഇവർ തിരിച്ചു വരുമോ? ഭയങ്കര ബഹളം. അവസാനം അവർ രണ്ടുകൂടെ അടിയല്ലാത്തതെല്ലാം കഴിഞ്ഞിട്ട് ക്ലീറ്റ് ഓണർ ഇറങ്ങി ഒരൊറ്റ പോക്ക്. സത്യം. റോസ്മേരിക്ക് വിശക്കണമെന്നല്ലേ പറഞ്ഞ? കുറച്ച് പഴങ്കഞ്ഞുണ്ട്, കുടിച്ചാലോ? എൻ്റെ ചേച്ചി, എനിക്ക് അങ്ങനെ വലിപ്പച്ചെറുപ്പ വ്യത്യാസമൊന്നുമില്ല. ദേണ്ടേ, ആരെന്നെ സ്നേഹത്തോടെ വിളിക്കുന്നു അവിടെ ഞാനങ്ങ് വീഴും. സ്നേഹത്തിന് ഞാനൊരു അടിമയാണ് ചേച്ചി, അടിമയാണ്. ചേച്ചി, പഴങ്കഞ്ഞിക്ക് കാന്താരിമുളക് ഇരിപ്പുണ്ടോ? നല്ല ഇതിരിപ്പുണ്ടോ? തൈര്, ചെറിയ ഉള്ളിയുണ്ടോ? എല്ലാം ഉണ്ട്. അയ്യോ, എല്ലാം കൂടെ കുറച്ചൊരടി അടിക്കണം. 2-3 ചക്ക ഇതും കൂടെ തിന്ന് ചേച്ചി എടുത്ത് വെക്കണേ. അപ്പോഴത്തേക്ക് ഞാൻ 2-3 ചക്കയും കൂടെ തിന്നിട്ടങ്ങ് വരാം. ദൈവം, എന്തൊരു സമാധാനം അല്ലേ. വന്നപ്പോഴത്തേക്ക് സുലു അങ്ങോട്ട് വരുന്നു, പുളിക്ക് വരുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് തങ്കം പുളിയെടുത്ത് ഇങ്ങോട്ട് കൊടുക്കുന്നു. ഇനി ഈ പുളിയെടുപ്പ് എനിക്കൊന്ന് കാണാൻ. നാട്ടിലെന്താ ചേച്ചി വേറെ വിശേഷം? നാട്ടിലിപ്പോൾ വിശേഷം, നമ്മുടെ ത്രേസ്യാമ്മ ചേട്ടത്തിയില്ലേ, പുള്ളിക്കാരിയുടെ മോനെ ഒരു പെണ്ണിനെ അടിച്ചോണ്ട് വന്ന്. ഭയങ്കര ബഹളമായിരുന്നു. പെണ്ണിന്റെ വീട്ടുകാരെല്ലാവരും വന്ന് അടിയും ബഹളവും, എന്തൊരു രസമായിരുന്നു. ദൈവമേ, എന്നിട്ട് അച്ചാച്ചൻ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ? അനി ഞാൻ അങ്ങരോടും എല്ലാം വിളിച്ച് പറഞ്ഞിട്ട് വേണ്ടേ?
അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞേനെ. പിന്നെ അപ്പുറത്തെ വീട്ടിലെ സുലിച്ചേച്ചി ഇല്ലേ, ആളത്ര പോരല്ലേ? അതെന്താ അങ്ങനെ വെച്ചു? അല്ല, ഈ തങ്കഞ്ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ടേ പുളിയൊക്കെ കടം ചോദിക്കുന്നു. പുള്ളിക്കാരുടെ ഭർത്താവ് നാടകക്കാരനല്ലേ, ഒന്നും കിട്ടത്തില്ല, ദാരിദ്ര്യമായിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല, അവർ അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ളവരാ. ഇതിപ്പോ അവിടെ ഒന്നുമില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരും, ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും പോകും. ഇപ്പൊ കടവരെയൊക്കെ പോകണ്ടേ? എൻ്റെ ലില്ലി, ഈ വീട് എന്തുവാ ഇത്? ഇതുപോലൊരു വീട് ഇങ്ങോട്ട് വന്ന വഴിക്ക് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഇതൊക്കെ പൊളിച്ചു പണിയേണ്ട കാലം കഴിഞ്ഞു കേട്ടോ. അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഈ വീട്ടിലൊരു പ്രത്യേക സുഖം ചേച്ചി, വന്ന് തന്നെ തടുപ്പാ. എനിക്കൊന്നും തോന്നുന്നൊന്നുമില്ല. പുതുക്കി പണിയണോന്ന് വിചാരിച്ചൊക്കെ തന്നെ ഇരിക്കണത്. ചേച്ചിക്ക് എന്ത് വേണം ഊണിന്? അയ്യോ, എനിക്ക് അങ്ങനൊന്നും ഇല്ല. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ ക്ലീറ്റോണ്ണ എന്നോട് ചോദിക്കുന്നത് എന്താ വേണ്ടേന്നേ. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണ്ടാന്ന്. അപ്പൊ ചോദിക്കാം മട്ടൻ മേടിക്കട്ടെ എന്ന്. ഞാൻ പറയും മട്ടൻ ഒന്നും വേണ്ട, എനിക്ക് ചെറിയ മീൻ എന്തേലും മതിയെന്ന്. അത് ക്ലീറ്റോ ചേട്ടൻ അങ്ങനെയാന്ന്, ആര് വന്നാലും ഇങ്ങനെ സൽക്കരിക്കണം. മീൻ ഇറച്ചി ഒക്കെ എനിക്ക് തോന്നി. ഏട്ടൻ വന്നെന്ന് തോന്നുന്നു. അന്ന എവിടെ പോയായിരുന്നു? പുറത്താരെയോ കാണാൻ വേണ്ടിട്ട് പോയത്. അയ്യോ, പിള്ളേരെ പപ്പ വന്ന്. പൈസ കിട്ടിയോ എന്തോ, ഞാനൊന്ന് നോക്കിട്ട് വരാവേ. ചില വന്നിറങ്ങിയപ്പോൾ മച്ചമ്മ കണ്ടത് കാര്യമായി. ഇല്ല 2 ഷാർജയുടെ പൈസ ഓട്ടോക്കാരൻ മേടിച്ചേനെ. വാർത്തല്ലേ മേടിക്കുന്നമാര്. അച്ഛാ വന്നായിരുന്നോ? നിങ്ങൾ രണ്ടുപേരും കൂടെയാണോ വന്നത്? ആ വഴിയിൽ വെച്ച് കിട്ടി, ഇങ്ങോട്ട് വന്നു. കിട്ടി. പക്ഷെ ആ രാജേഷ് ഇപ്രാവശ്യം പണി കാണിച്ചു. അപ്പൊ ഏപ്പട്ടി രാജേഷല്ലേ, അവന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൽ വരച്ച വര പോലെ കിട്ടാനും ഇച്ചിരി പാടാ. കൊടുത്തിട്ടുണ്ടെങ്കിൽ പിടിച്ചു കുത്തി മേടിക്കാനും എനിക്കറിയാം. കുറച്ചെങ്കിലും കിട്ടിയോ? കുറച്ച് കിട്ടി, രാജേഷ് മാത്രം തന്നില്ല. എന്നാ പിന്നെ എടുക്ക്, തുടങ്ങാം. ഞാൻ ലിസ്റ്റ് പറയാം. ഒത്തിരി കടമുണ്ട്. പാലുകാരന് 750, പിന്നെ പലചരക്ക് കടയിൽ ഒരു 1500 രൂപ കൊടുക്കാനുണ്ട്. പിന്നെ കുടുംബശ്രീന്ന് ഞാനൊരു ലോൺ എടുത്തായിരുന്നല്ലോ. ഉണ്ട്, എടുത്തായിരുന്നു. എന്താ ഇങ്ങനെ ഒരു നോട്ടം എടുത്തായിരുന്നു. അതിൽ 2000 രൂപ അടയ്ക്കണം. കറണ്ട് ബില്ല് അടയ്ക്കണ്ടേ? കറണ്ട് ബില്ല് ഈ മാസം അടച്ചല്ലോ. ഈ മാസം എത്ര രൂപയായിരുന്നെന്ന് അറിയാമോ? 1500 രൂപ. അടുത്ത മാസം അതുപോലെ തന്നെ ഒരു കറണ്ട് ബില്ല് വരും, 1500 രൂപ തന്നെ. അടുത്ത മാസം കറണ്ട് ബില്ല് അടുത്ത മാസം അടച്ചാ പോരെ? ഇല്ല, അടുത്ത മാസത്തെ കറണ്ട് ബില്ല് ഇപ്പൊ തന്നെ എന്റെ കയ്യിൽ തന്ന എനിക്കൊരു സമാധാനം. കിടന്നുറങ്ങുമ്പോ നമുക്കൊരു ഒരു സമാധാനം വേണ്ടായോ? ആദ്യം തന്നെ എത്ര ഉണ്ടത്? പിന്നെ ഇത് പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും സാധനം ബേക്കറിയിൽ നിന്ന് സാധനം മേടിച്ചിട്ട് പൈസ കൊടുത്തിട്ടില്ല. ഇത് കൈ വെച്ചോണ്ടിരിക്കുന്ന എന്തിനാ? ഇങ്ങോട്ട് എടുക്ക്. കൈ വെച്ച് ഞുള്ളി. ഞാനൊരാണാ, എനിക്ക് ചെലവാക്കാൻ പൈസ വേണ്ട. എന്തിന് ചെലവാക്കണം? അത് കൊള്ളാം. കൈ വെച്ചിരുന്ന ചെലവാക്കൂന്ന്. അതെ, അച്ഛൻ ഇത്ര മാത്രം ചെലവ്. വെള്ളം വല്ലതും കുടിച്ചായിരുന്നോ? ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ നീ. പിന്നെ ഞാനല്ലാതെ ആരാ ചോദിക്കാനേ? വെള്ളം വല്ല ഇരിപ്പുണ്ടോ? ഫ്രിഡ്ജിൽ നാരങ്ങ ഇരിപ്പുണ്ട്, പിഴിഞ്ഞു കൊടുക്കും. ഞാനാ കൊടുക്ക. വാ, നാരങ്ങ പിഴിഞ്ഞ. അയ്യോ, ഒന്ന് വിയർത്ത് വല്ലാതെ. വിയർക്കും. കൊടങ്ങാവളയ്ക്ക് എന്താ പോകാത്തേന്ന് ചോദിക്കുമ്പോൾ ഇപ്പം മനസ്സിലായല്ലോ ഞാൻ പോകാത്ത എന്തുകൊണ്ടാണ്. അവൾ ഉടായ്പ പഠിച്ച കോളേജിലെ പ്രിൻസിപ്പാളാണ് ഞാൻ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കെട്ടികൾ തന്നെ വേണം. കണ്ട, ഇത് കണ്ടായിരുന്നു അവള് മൊത്തം ഊറ്റിക്കൊണ്ട് പോയാനെ. രാജേഷ് പൈസ തന്നു. പൊന്നിലിപ്പണ്ണ നീ പറഞ്ഞേക്കല്ലേ കേട്ടോ. അവളെന്നെ വൃക്കയോടെടുത്ത് വിട്ടുകളെ. എനിക്കെങ്ങാണ്ട് 500 രൂപ തരാനില്ലായിരുന്നു. എല്ലാം ക്ലിയർ ആക്കി തരാം. ഇതാണ് ചക്കിക്കൊത്ത ചങ്കല. ഏട്ടന്റെ ഒക്കെ പുണ്യം എന്നെ പോലത്തെ ഒരു പെണ്ണെ കിട്ടിയത്. നിന്റെ പിന്നെ തങ്കം, വാ ഇങ്ങോട്ട്. കർത്താവിനാണ് എന്തൊരു ചൂടാന്തോ. ഈ ടാറിലേ വെയിലടിച്ചിട്ടുണ്ടല്ലോ, അത് ഉരുകിയിട്ട് ഇങ്ങനെ ചവിട്ടി നടന്നാൽ അത് കാല് നമ്മളതിൽ സെറ്റായി പോകും. ഇത് ചൂടാണ്. മട്ടൻ കിട്ടിയോ നിങ്ങക്ക്? മട്ടൻ വാങ്ങിച്ചു. അപ്പൊ നമുക്ക് വാങ്ങിക്കാൻ അറിയാല്ലേ? ഇപ്പൊ എന്തിന്റെ ആവശ്യമായിരുന്നു മട്ടൻ വാങ്ങിക്കണ്ടേ? എടി, അവള് എന്റെ ലില്ലിയെ പോലെ അല്ലേ അവള്? എനിക്ക് പിന്നെ ലില്ലിയെ പോലെയല്ലേ? അവളൊരാഗ്രഹം പറഞ്ഞത് സാധിച്ചു കൊടുക്കണ എന്താ പ്രശ്നം? സാധിച്ചു കൊടുത്തോ? ഇനിയുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം. എന്തായാലും ആ പെണ്ണ് ഇവിടെ 3-4 ദിവസം ഉണ്ടാവും. ഈ ലില്ലിയെ പോലെ എനിക്ക് അവളൊരു പെങ്ങള് തന്നെയാണ്. അപ്പൊ ഒരാഗ്രഹം സാധിച്ചു കൊടുക്കുന്നത് ഒന്നും സംഭവിക്കില്ല. നിന്റെ ആങ്ങളെ പോലെ അല്ല ഞങ്ങള്. എന്തെങ്കിലും പറയുമ്പോ എന്റെ ആങ്ങളെ പറയണത്. എന്റെ ആങ്ങളൊക്കെ എന്താ കുഴപ്പം? അവന് കുഴപ്പമേ ഉള്ളൂ. ഒരു കുഴപ്പം പറഞ്ഞേ നിങ്ങള്? 9 കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. 9 കുഴപ്പം നീ എന്നെ കൊണ്ട് പറയിപ്പിക്കലേ തങ്ക. എവിടുന്ന് വന്ന കൊടങ്ങാവളിലെ കുറെ ആൾക്കാർ വരുമ്പോഴത്തേനും എല്ലാം മേടിക്കാനും പറയാനൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ അവളെ ആങ്ങളെ പറഞ്ഞപ്പോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എന്റെ ആങ്ങളെ പറഞ്ഞ എനിക്ക് ചന്ത ഇവിടെ റോഡിൽ നിന്ന് ചോദിച്ചു നോക്ക്. ചോദിക്കും. ചോദിക്കും. ഓ
എന്തെങ്കിലും പറഞ്ഞ ഉടനെ എന്റെ ആങ്ങളെ അതിനകത്ത് പിടിച്ചു വലിച്ചിട്ടോളൂ. പതുക്കെ സംസാരിക്കാൻ ഒരു റോസ്മേരി ആന്റിക്ക് ഇല്ലേ? ആ റോസ്മേരി ആന്റിയുടെ ബാക്കി ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ആന്റിക്ക് എന്ത് പാവം എന്നെ അവിടെ റോസ്മേരി ആന്റിക്ക് വേണ്ടി ഇച്ചിരി മട്ടൻ മേടിച്ചു, അതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. മട്ടനൊക്കെ മേടിച്ചോ? അതിനിപ്പോ അമ്മയ്ക്ക് എന്തമ്മ നമ്മുടെ ബന്ധുവല്ലേ, ആഘോഷിക്കാം നമുക്ക്. അല്ലേ, അതാ പറഞ്ഞത്. ആഘോഷങ്ങൾക്ക് നിന്റെ ഡാഡി പിന്നിലല്ലെന്ന് അറിയാലോ മക്കളെ. നീ പറഞ്ഞേ ഒന്ന്, ഈ വീട്ടിൽ ആഘോഷങ്ങൾ വരുമ്പോ ആരാണ് മുൻകൈ എടുക്കുന്നത്? ഡാഡിയാണോ നിന്റെ മാമനാണോ? ആഘോഷത്തില് ഡാഡി. കേട്ടോ കേട്ടോടി, അല്ലെങ്കിൽ മുള്ളിന്റെ ചോട്ടില് മുള്ളേ കുരുക്കുള്ളൂ. ഇത് അസൂയാണ്, അസൂയ. ആരും ഇല്ലേ? ഉണ്ട്. ഹായ് തങ്കതാ. സുലു ആന്റി. ഓ, ഇവിടെ അത് കൊച്ചു കളിക്കാട്ട്. ഇവിടുന്ന് പലപ്പോഴായിട്ട് വാങ്ങിച്ചിട്ടുള്ള സാധനം. ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടില്ലേ പലപ്പോഴായിട്ടാ. ഇതെന്തിനാ ഇപ്പൊ കൊണ്ടുതന്നെ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും കൊണ്ടുതരണ്ടേ? ഇപ്പൊ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങണത് നല്ലതാണ്. അല്ല, ഈ നമ്മുടെ തമ്പിച്ചേട്ടൻ്റെ നാടകം നമ്മുടെ പാർട്ടി ഓഫീസിന്റെ അടുത്ത അമ്പലത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ? കണ്ടായിരുന്നോ? ഇല്ല, അവിടെ ഫ്ലെക്സ് വെച്ചേക്കുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കണം, നല്ലതാ. മനസ്സിലൊന്ന് വെച്ചിട്ടേ പുറമെ വേറൊന്ന് പ്രകടിപ്പിക്കുന്ന ആൾക്കാരുടെ കഥയാ. ആഹാ, സുലു ചേച്ചിയാ? ഊണൊക്കെ കഴിച്ചായിരുന്നോ? ഇല്ല, കഴിക്കാതെ എന്നെ വയറ് നിറഞ്ഞു. അതെങ്ങനെ? ഇവരിങ്ങനെ പറയണെന്താ തങ്കം? അവർക്ക് എന്താ വിഷമം ഉണ്ടായിട്ടുണ്ട്. ഈ സാധനം എല്ലാം തിരിച്ചുകൊണ്ടുവന്ന് എന്തേലും പറഞ്ഞോ? ഞാൻ എന്ത് പറയാനാ? ഓർത്ത് നോക്കിയാ വല്ലതും പറഞ്ഞു? സുലു ചേച്ചിനോട് ഞാൻ അങ്ങനെ പറയോ? ഒന്നും പറഞ്ഞിട്ടൊന്നും അല്ല. ചില മനുഷ്യർ അങ്ങനെയാണേ, നമ്മൾ എത്ര ചേർത്ത് പിടിച്ചാലും അവർ അകന്നകന്ന് പോകും. ചിലരുടെ പ്രകൃതം അങ്ങനാ. നമുക്ക് അങ്ങനൊന്നും അവരൊന്നും മാറ്റാനൊന്നും പറ്റത്തില്ലെന്നേ. ഒരു ചുണിച്ചേച്ചി വന്നേക്കുന്നു. എന്തൊക്കെയാ അവർ കൊണ്ടുവന്നേക്കുന്നത്? എന്താ കാണിച്ചേ? അയ്യോ, ഒരു മുറി തേങ്ങ, കുറച്ച് വെണ്ടയ്ക്ക. തന്നെ ഇത് നോക്കട്ടെ, ഇതൊക്കെയാണോ കൊണ്ടുപോയിക്കൊണ്ടിരുന്നേ? അണ്ണാ മട്ടൻ കിട്ടിയായിരുന്നു അണ്ണാ? കിട്ടി. അയ്യോ, എന്റെ ക്ലീറ്റോണ്ണ എന്തിനാ മട്ടൻ മേടിച്ചത്? ഞാൻ വെറുതെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോഴത്തേ എന്റെ അണ്ണ ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ചേച്ചി എന്നാ ചേച്ചി അത് നന്നായിട്ട് വെക്ക്, ഞാനും കൂടെ വരട്ടെ. ഓ വേണ്ട. എന്താ ഒന്നുമില്ല.